അയ്യൂബൊക്കെ പറഞ്ഞ ഇക്കാര്യം വളരെയധികം സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാം വാർഡായ മണ്ണേരിയിൽ കോളനി നിവാസികൾക്ക് അധികം വീടുകളിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കുടിവെള്ളം ലഭിക്കുന്നില്ല. അത് വളരെയധികം സത്യസന്ധമായ ഒരു കാര്യമാണ്. മാത്രമല്ല, വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വെള്ളം കിട്ടാത്തതിനെ തുടർന്ന് ജലത്തിൻ്റെ പദ്ധതി തുടങ്ങുകയും ആ സമയത്തൊക്കെ ആ പദ്ധതി നോക്കി നടത്തുകയും ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരുന്നത് എൻ്റെ അച്ഛനായിരുന്നു. മാസത്തിൽ കോളനിയിലുള്ള എല്ലാ വീടുകളിൽ പോവുകയും പൈസ കളക്ട് ചെയ്യുകയും മാസത്തിലുള്ള കറണ്ട് ബില്ല് അടക്കുകയും മോട്ടറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നന്നാക്കുകയും ഫിറ്റാക്കുകയും എല്ലാം കറക്റ്റ് ടൈമിലൊക്കെ വെള്ളം എല്ലാ വീടുകളിലും ആ ടൈമിൽ കിട്ടിക്കൊണ്ടിരുന്നിരുന്നു. ശേഷം എൻ്റെ അച്ഛൻ്റെ ആ കാലത്തിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അച്ഛൻ ആ സ്ഥാനത്ത് നിന്ന് മാറുകയും പകരം വേറൊരാൾ വരികയും ചെയ്തു. അതിനുശേഷം പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ മോട്ടർ കേടാവുന്നു. അതിനുശേഷം എല്ലാ വീടുകളിലും പോയിട്ട് പൈസ കറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്നില്ല, കറണ്ട് ബില്ല് അടയ്ക്കുന്നില്ല മാസത്തിൽ, അങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് ആവുന്നു. ശേഷം ഈ പദ്ധതി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇലക്ഷൻ വരുന്നു, ആൾക്കാർ ജയിക്കുന്നു, പോകുന്നു എന്നല്ലാതെ അത് തുടർ നടപടിയെടുക്കുകയോ അത് മുന്നോട്ട് പോവുകയോ ഇതുവരെ അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവിടുത്തെ കോളനി നിവാസികൾ എങ്ങനെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, പൊക്കത്ത് അവരുടെ കോളനിയുടെ പൊക്കത്ത് ഒരു വലിയ കുളം ഉണ്ടാവും. ആ കുളത്തിൽ പൈപ്പ് ഇട്ടിട്ട് വെള്ളം താഴോട്ടേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ടാങ്കുകളിൽ വെള്ളം ശേഖരിച്ചിട്ട് ഇപ്പം വീടുകളിലോട്ടേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അവർ വെള്ളം ഉപയോഗിക്കുന്നത്. ജലത്തിന് വേണ്ടി തുടങ്ങി വെച്ച ആ പദ്ധതി ഇപ്പോഴും അവിടെ മൂടിക്കിടക്കുകയാണ്.